ഹായ്, ഇന്ന് തിങ്കളാഴ്ച 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി പൊതുവെ ആൾ കുറവൊന്നുമല്ലേ ശാലിനി? നമുക്ക് റേറ്റ് ഇപ്പോൾ നമുക്ക് ഹൈ ടോപ്പ് 77,640 എത്തിയിട്ടുണ്ട്. അപ്പോൾ വില കൂടിയത് കൊണ്ട് തന്നെ സ്വർണം വാങ്ങാനുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ ശാലി? അപ്പോൾ ഇന്നത്തെ ദിവസവും എല്ലാ ദിവസവും നമ്മൾ കാണാൻ ആരെല്ലാം വരുത്തുന്നല്ലേ ശാലിനി? വീഡിയോ എടുത്ത് കാണാൻ വേണ്ടി ആരെല്ലാം വരുത്തുന്നത്. അപ്പോൾ പിന്നെ ആരെല്ലാം വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ശാലിനി എടുത്തിട്ടുണ്ടാവില്ല, എനിക്കാണെങ്കിൽ വേറെ സ്ഥലത്ത് പോകാനുണ്ട് ഇന്ന്. അപ്പോൾ ആ സമയത്തായിട്ട് ആരും വരുമോ സംശയമുണ്ട്. ഞാൻ എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വരുമ്പോൾ എന്നെ വിളിച്ചിട്ടൊന്ന് വന്നാൽ നമ്മളെടുത്താണ് നിന്നാ വരുന്നത്. അപ്പോൾ ഇന്നാരും വിളിച്ചിട്ടില്ല. ഇന്നൊരാൾ വിളിച്ചിട്ടല്ലേ, നേരത്തെ ഒരാൾ വിളിച്ചിട്ട് തലപ്പുറമുള്ള ഒരാൾ വിളിച്ചിട്ട് ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് വരുന്നതാണ്. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ട്. ഞാൻ പറയാ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വന്നാല് ഞാനിവിടെ ഉണ്ടാവാനല്ല. അപ്പോൾ എനിക്ക് നിങ്ങളെയും കാണാം, നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അങ്ങനെ വന്നതെന്ന് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നമ്മളെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യല്ലോ വിജേഷ. വിജേഷ് എന്താ ഒരു അതെ അതെ അതെ. അപ്പൊ ഇന്ന് സ്റ്റാഫും കുറെ ലീവാ. നാളെ ലീവ് സ്ഥലം കുറച്ച് ആൾക്കാർ ഇന്ന് ലീവാണ്. ഞാൻ പറഞ്ഞു ഇന്നത്തെ കച്ചവടം അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല, കൊണ്ട് ലീവായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ലാവിയാ അപ്പൊ ഇന്നും പറയണ്ടേ എനിക്ക് എന്നാ പറയുമ്പോ എന്തെങ്കിലും പറ, എന്തൊക്കെ പറ. അപ്പൊ ഇതിന്റെ മുടിയുണ്ട നമ്മളൊരു എന്റെ തല ഇങ്ങനെ ആയതുകൊണ്ട് ഇവന്റെ മുടിയാണ് മനക്ക് എപ്പോഴും അസൂയാണ്. ലാവിയാ ഇതെങ്ങനെ ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നത്? ഇതിന്റെ സീക്രട്ട് പറഞ്ഞെടുത്തട്ടെ എല്ലാവർക്കും കിട്ടൂലേ അത്? ഇവിടെ വന്ന കാലം തൊട്ടേ ഇവന്റെ തല ഇങ്ങനെയാണ്, മുകളിൽ മല കിട്ടുമല്ലോ. ഇപ്പൊ ഒക്കെ തന്നെ ഇട്ടാ എനിക്കൊന്ന് ആ മുടിയില്ലെങ്കിൽ ഇങ്ങനെ കാണാനേ ആളെ മാറിപ്പോലെ. നീ ഒരു ദിവസം മാറ്റി മാറ്റിട്ട് പറ ചെടിച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് എന്നാലായിരിക്കും മാറുക. ആളെങ്ങനെയാണ് ഗ്ലാമറാന്ന് പോലെ ശാലു. അപ്പോൾ നമ്മുടെ സുജേഷ് എന്ന് വെച്ചാൽ ലീവാണ്, ഉച്ചയ്ക്ക് ശേഷം വരുവാ. രാകേഷ് ലീവാണ്, ബാക്കിയുള്ളവർ പറയാൻ ലീവാണ്. ശരി, അപ്പം നമ്മളിനി കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത പരിപാടി കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ തിരക്ക് കുറച്ച് കുറവാണ്. അതിൻ്റെ ഇടയിൽ ഇത് നോക്കിയേ, ഇത് നിധിയെ ഞാൻ നേരത്തെ പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ബൈക്ക് എടുത്തിട്ട് ബൈച്ചോട്ടിൽ നിന്ന് മറ്റേ ലോയും പറഞ്ഞ ആളാണ്, എൻ്റെ വീഡിയോ കാണുന്ന ആളാണ്. അപ്പോൾ ഓൻ്റെ കയ്യിൽ കുറച്ച് സാധനമുണ്ട്. അന്വേഷിച്ചപ്പോൾ ഓൻ അതിനെപ്പറ്റി വിവരിച്ചു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ് പോയിട്ട് വരും എൻ്റെ കയറിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷോപ്പിൽ കയറിയാന്നേ. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആളെ എന്നെ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞില്ല, എന്നെ കാണാൻ വരുന്നുണ്ടോ പറഞ്ഞിട്ട്. ഇന്നലെ വരാമെന്ന് പറഞ്ഞ് മഴയായിട്ട് വരാൻ പറ്റിയില്ല, എന്നിട്ട് ഇന്നാന്ന് വന്നത്. പേര് മുബഷീർ, സ്ഥലം തളിപ്പറമ്പ് കുപ്പത്താന്ന സ്ഥലം. അതിനോടൊക്കെ നമ്മൾ നിധി ഉണ്ടല്ലോ, ആൾ ഭയങ്കര രസികനാണ്. പിന്നെ നമ്മളെ പോലെ ഇച്ചിരി സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളാണ്. അപ്പോൾ ഇന്ന് 1-ാം തീയതി നിധി പറഞ്ഞ് എൻ്റെ ഫസ്റ്റ് കച്ചവടമാണ്. അപ്പോൾ 1000 രൂപയാണ് അത് ഇവിടെ വെക്കാനുള്ള ചാർജ്. എന്നോട് പറഞ്ഞു വൈകിട്ടോട്ടാ ഫസ്റ്റ് ദിവസമായിരുന്നു നിങ്ങൾക്കൊരു ഓഫർ തരാം, എന്നെ പഞ്ച പിടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ ഞാൻ കുറച്ച് തരുന്നു. ഇത് നമ്മൾ ഷോപ്പിൽ വന്നിട്ട് സ്കോട്ട് അടിക്കാൻ വേണ്ടി 100 രൂപ നമ്മൾ കൊടുക്കുന്നില്ലേ, അതുപോലത്തെ ഒരു ഓഫറായിട്ട് എനിക്ക് തോന്നി നിധിൻ്റെ. എന്തായാലും നിധി ആൾ ഭയങ്കര രസിക്കുന്ന വെച്ചാൽ ഭയങ്കര രസിക്കുക. അപ്പോൾ നിധി എന്നോട് പഞ്ച പിടിക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് ആദ്യം നമ്മൾ ശിഷ്യനെ പൊട്ടിക്ക്, എന്നിട്ട് എൻ്റെ പേരെ പിടിക്കാതെ ഉണ്ട്. അപ്പോൾ ഉണ്ണി നല്ല കരുത്തുള്ളവനാണ് കേട്ടോ, നല്ല കൈ കരുത്തുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഉണ്ണി നിധിയായിട്ടാണ് പിടിച്ചത്. എന്തായാലും ഉണ്ണിക്ക് നിധിനെ പൊട്ടിക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ, കാരണം നിധി ആൾ നല്ല കയ്യൊക്കെ ഉള്ള ആളാണ് കേട്ടോ, നമ്മളെ പോലെ തന്നെ. അപ്പോൾ പഞ്ച് പിടിച്ച് കഴിഞ്ഞാൽ നിധി എന്ത് ചെയ്ത് എൻ്റെ അടുത്ത് 500 രൂപ വാങ്ങിയിട്ടുള്ളൂ, 500 രൂപ ഡിസ്കൗണ്ട് ആക്കി തന്നെ. പിന്നെ നിധിക്കൊരു ആഗ്രഹം എൻ്റെ പിറന്ന് പിടിക്കണമെന്ന്. അപ്പോൾ ഞാൻ പിടിച്ചു തന്നാൽ പിന്നെ പിടിച്ചു കളയാം. ഏതായാലും ഉണ്ണി പൊട്ടിച്ചതാണെങ്കിൽ പിന്നെ ഞാൻ പിടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു സന്തോഷത്തിന് വേണ്ടി ഞാനും അങ്ങനെ പിടിച്ചേ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പഞ്ച് പിടിക്കാൻ വേണ്ടി പേടിയാണ്, വേറൊന്നുമില്ല. ഇതുപോലെ പഞ്ച് പിടിച്ചിട്ട് എൻ്റെ ഷോപ്പിൽ സ്റ്റാഫിൻ്റെ കൈൻ്റെ എല്ലാം പൊട്ടിപ്പോയിനെ. അവസാനം മംഗലാപുരം പോയിട്ട് ഇപ്പോൾ സ്റ്റീലാന്ന് കൈ. അപ്പോൾ അതുപോലെ നിധീനെ പൊട്ടിക്കാൻ വേണ്ടി എനിക്ക് പേടി. പൊട്ടിക്കുമ്പോൾ അഥവാ കൈ പൊട്ടിയാലോ വെച്ചിട്ട് ഞാൻ വേഗം മതിയാക്കി കേട്ടോ പരിപാടി. പഞ്ച പിടിച്ചോടെ പൊട്ടിച്ചാല് 500 രൂപ ഡിസ്കൗണ്ട് പറഞ്ഞുകൊണ്ട് 500 ഡിസ്കൗണ്ട് ആക്കിട്ടാ ബാക്കിയാ കൊടുക്കുന്നു. അടുത്ത മാസം വീണ്ടും വരും. 500 ഞാൻ തിരിച്ചു മേടിക്കാം അല്ലേ? നിധിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷേങ്കിൽ കുറേ കാലത്തെ ബന്ധം പോലെ ആക്കിയിട്ട് ചങ്ങായി പോയേട്ടാ. കാരണം നല്ല തമാശയും വർത്താനെല്ലായിട്ട് നല്ല പോസിറ്റീവ് മനുഷ്യൻ കിട്ടുക. ഇതുപോലുള്ള സുഹൃത്തുക്കളെപ്പുറം കൂടുന്നത് ഏറ്റവും നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഏതാണ്ട് ഇതുപോലുള്ള ആൾക്കാരാണ് കേട്ടാ കൂടുതലും. പിന്നെ നിധീൻ്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ, അതായത് ഈ എയർ ഫ്രഷ്, പിന്നെ ടിഷ്യൂ പേപ്പർ, ഹാൻഡ് വാഷ്, ഇങ്ങനെയുള്ള സംഗതികൾ സപ്ലൈ ചെയ്യലാണ് നിധീൻ്റെ പരിപാടി കേട്ടാ. പിന്നെ നമ്മളടുക്കുള്ള ഈ എയർ ഫ്രഷ് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാണ്, ചെറിയ പൈസയുള്ള. ഇപ്പം നിധി കൊണ്ടു
തുറക്കുന്ന സാധനം കണ്ട ഇതുപോലെ അതിൻ്റെ അകത്ത് നമ്പർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, സമയമുണ്ട്, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്പ്രേ പഠിച്ചാണ്ട അടിപൊളി സാധനം. മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടാ. എനിക്കൊന്ന് ഇതെല്ലാം കുറച്ച് ലോക്കലാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സ്പ്രേയും ലോക്കലാവാൻ ചാൻസ് ഉണ്ട്. ഇവരിത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണെന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ വക സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളത് വെക്കുന്നതാണ് നല്ലത്. കാരണം ഈ ലോക്കൽ സാധനം സ്ഥിരം ശ്വസിച്ച് കഴിഞ്ഞാൽ ആസ്മ പോലുള്ള അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങി വെക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ ഇതിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ഇതിൻ്റെ അകത്ത് വെക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനെ വിളിച്ചോ. എന്തായാലും നമ്മുടെ ഷോപ്പിൽ വന്ന ചങ്ങാതിയല്ലേ, ഓൻ എന്നെ കൊണ്ടൊരു ഗുണമായിട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമയം ഉച്ചയായി, ഭക്ഷണം കഴിക്കേണ്ട സമയമായി. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ മുബഷീറിനൊരു ആഗ്രഹം, ഒന്ന് വീട്ടിൽ വരണം, അച്ചൂട്ടിനെല്ലാം കാണുന്നൊരാഗ്രഹം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയ മുബഷീർ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. സാധാരണ എൻ്റെ ഷോപ്പിൽ വന്നാൽ എല്ലാവർക്കും ഒരു ബിരിയാണി വാങ്ങിക്കൊടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലാണ് വന്നത്. പക്ഷേങ്കിൽ വീട്ടിൽ ഇന്നത്തെ ഭക്ഷണം നോക്കിയിട്ട് കഞ്ഞിയാണ് ശ്രുതി ആക്കിയിട്ട്. ശ്രുതിക്കും നല്ല ക്ഷീണം, അമ്മക്ക് നല്ല പനി. അതുകൊണ്ട് ഇന്ന് കഞ്ഞി. ഞാൻ മുബഷീറിനോട് പറഞ്ഞു, നീ പുറത്തുനിന്ന് നന്നായി, ഇവിടെ വന്നിട്ട് കഞ്ഞി കുടിക്കേണ്ട വന്നേനെ. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ച് മുബഷീറിന് ഒരു ചായയും കൊടുത്ത് അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഒരു പപ്സും വാങ്ങി കൊടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങിയ. ഇന്ന് കുടുംബത്തിലൊരു മരണമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. മുബഷീറിന് യാത്രയാക്കി വിട്ടു കേട്ടാ. എന്തായാലും ഇത്രയും ദൂരത്ത് നിന്ന് എന്നെ കാണാൻ വന്ന ചങ്ങാതിൻ്റെ മനസ്സ് എന്തായാലും നല്ലൊരു മനസ്സായിട്ട് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് മുബഷീറിനെ ഞാൻ കാണുന്നത്. ആളെന്താണെന്ന് ഏതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ കാണാൻ വന്നവരല്ലേ, അവരെല്ലാം എൻ്റെ സ്വന്തക്കാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഷോപ്പിൽ നടന്ന കാര്യങ്ങൾ. എന്നാൽ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ, ബൈ.